നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് പോകേണ്ടത് റിയാദിലേക്കാണ്. അതായത് സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ ഇപ്പോൾ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അതായത് അറബ് നേതാക്കൾ ഒത്തുചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ജെ ട്രംപ്, ഈ ട്രംപിന്റെ ഈ ഗസ പ്ലാനെതിരെയാണ് ഇപ്പോൾ ഈ അറബ് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഗസ ഏറ്റെടുക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വളരെയധികം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 മാസമായിട്ട് അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് പോലും, ഗസയിൽ പരമാവധി ആക്രമണം നടത്തിയിട്ട് പോലും അവർക്ക് വിജയം നേടാൻ സാധിച്ചിട്ടില്ല. വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ട് ഒഴിഞ്ഞു പോയിട്ടുള്ള ഗസ നിവാസികൾ, അത് ഞാൻ പറയുമ്പോൾ വടക്കൻ ഗസ ഉൾപ്പെടെയാണ്, അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനാൽ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രസ്താവന എന്ന രീതിയിൽ പറയാമെന്നല്ലാതെ ഇതൊരിക്കലും പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത്. കാരണം ഈ 15 മാസമായിട്ട് ഈ ഒരു അച്ചുതണ്ട് തന്നെ, അതായത് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്നൊരു അച്ചുതണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് ഈ 15 മാസം കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം ഇനി എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സൗദിയുടെ കിരീടാവകാശിയായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനാണ് അറബ് രാജ്യങ്ങൾ അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി, അതായത് ഈജിപ്ത്, ജോർദാൻ എല്ലാം ഉൾപ്പെടുന്ന ഒരു ലോക നേതാക്കളെയാണ് ഇപ്പോൾ റിയാദിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ട്രംപിന്റെ പ്രസ്താവന അത് അറബ് നേതാക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള ഉമർ കരീം ഈ ഒരു സമ്മേളനത്തെക്കുറിച്ച് പറയുന്നത്, വിശാലമായ അറബ് ലോകത്തിനും പാലസ്തീൻ പ്രശ്നത്തിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉച്ചകോടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് ഇദ്ദേഹം ഈ ഒരു ഉച്ചകോടിയെക്കുറിച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കണ്ട് പ്രാധാന്യം ഈ ഒരു ഉച്ചകോടിക്കുണ്ട്. മറ്റൊരു വാർത്ത വരുന്നത് ഗസയിൽ നിന്നാണ്. അതായത് ഗസയെ വീണ്ടെടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് $53.2 ബില്യൺ ആണ് എന്നാണ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. അതായത് ഇന്ത്യൻ രൂപ ഏകദേശം 4.5 ലക്ഷം കോടി രൂപ ഇതിനായിട്ട് ആവശ്യമായി വന്നേക്കാം. അതായത് ഗസയെ പുനർനിർമ്മിക്കാനായിട്ട് അറബ് ലോകം പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ള ചെലവിനെ കുറിച്ചുള്ള ഈ ഒരു പഠനവും നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതായത് അടുത്ത 10 വർഷത്തേക്കാണ് ഇത്തരം വലിയൊരു തുക ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ തുടക്കത്തിലെ ആദ്യത്തെ 3 വർഷത്തേക്ക് തന്നെ നമുക്ക് ഏകദേശം $20 ബില്യൺ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് അത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 1.25 ലക്ഷം കോടി രൂപ ആവശ്യമായിട്ട് വരും. അതായത് ഗസ റീബിൽഡ് ചെയ്യാനായിട്ട്, പുനർനിർമ്മിക്കാനായിട്ട് തുടക്ക കാലഘട്ടം ആദ്യത്തെ 3 വർഷത്തിൽ തന്നെ വളരെ വലിയൊരു തുക തന്നെ നമുക്ക് ചെലവാകുന്നുണ്ട്. അതിനിടെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു കൂടിക്കാഴ്ചയും നടക്കാൻ പോവുകയാണ്. അതായത് ഖത്തറിന്റെ അമീറും അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്കും ഇപ്പോൾ വഴിയൊരുങ്ങുകയാണ്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള തെഹ്റാനിൽ വെച്ചാണ് ഇപ്പോൾ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. മേഖലയിലെ വെല്ലുവിളികൾ നേരിടാനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന രീതിയിലാണ് ഖത്തറിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഖത്തറിനെ ഇറാന്റെ സഹോദര രാഷ്ട്രമായിട്ടാണ് കാണുന്നതെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി പറയുകയുണ്ടായത്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ ഖത്തറിൻ്റെയും ഇറാന്റെയും ഇടയിലുണ്ടായിരിക്കുന്നത്. അതിനിടെ ലണ്ടനിൽ ഈ ട്രംപ് പറഞ്ഞ ഈ കാര്യങ്ങൾ, അതായത് വിവാദപരമായിട്ടുള്ള, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ വളരെ വലിയ റാലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സെൻട്രൽ ലണ്ടൻ കേന്ദ്രീകരിച്ചാണ് ഇത്തരം റാലികൾ കൂടുതലായി നടക്കുന്നത്. ആയിരങ്ങളാണ് ഇത്തരം റാലികളിൽ പങ്കെടുക്കുന്നത്. വളരെയധികം ജനശ്രദ്ധ ഇത്തരം റാലികൾക്ക് കിട്ടാറുണ്ട്. കാരണം ഇതിൽ പങ്കെടുക്കുന്ന ജനബാഹുല്യം വളരെയധികം വലുതായിരിക്കും. അതായത് ഗസയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ പാലസ്തീന് വേണ്ടിയും നിരവധി ജനങ്ങളാണ്, സാധാരണക്കാരായ ജനങ്ങളാണ് ഇത്തരം റാലികളിൽ പങ്കെടുക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. ആ ഒരു ബ്രിട്ടനിലാണ് ഇപ്പോൾ ഇത്തരം റാലികൾ കൂടുതലായിട്ട് നടക്കുന്നതും. നമസ്കാരം.